രാജ്യം മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടെന്നും എന്നാൽ എന്തിനാണെന്നും ഒക്കെ കൈകേയി ദേവി അറിഞ്ഞിട്ടില്ല. ഇതറിയാത്തത് ദേവിയുടെ കുറവാണെന്നും ദേവി ഏതു നേരവും കിടന്നുറങ്ങുകയാണെന്നും മന്ദര കൈകേയി ദേവിയോട് പറയുന്നു. തനിക്ക് ഒരാപത്ത് വരാൻ പോകുന്നു എന്ന തോന്നൽ കൈകേയി ദേവിയിൽ ഉണ്ടാക്കുന്നു. ശ്രീരാമാഭിഷേകത്തെക്കുറിച്ച് ദേവിയോട് മന്ദര വെളിപ്പെടുത്തുന്നു. എന്നാൽ ശ്രീരാമനെ അഭിഷേകം ചെയ്യുന്നത് വളരെ സന്തോഷം ഉണ്ടാക്കുന്നെന്നു പറഞ്ഞ് ഒരു സ്വർണ്ണ ചിലങ്ക മന്ദരയ്ക്ക് കൊടുക്കുന്നു. എത്രയേറെ സ്നേഹമാണ് ആ മാതാവിന് ശ്രീരാമനോടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മനസ്സിൽ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗന ചെന്നോരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകം ഉണ്ടെന്നു നിർണയം. ദുർഭഗേ മൂടെ മഹാഗർവിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടൊന്നറിയാതെ. ഏറിയോരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടടോ കാമിനിമാർക്കുല മൗലിമാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്താനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞിലതി നില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്കു നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയെക്കാളെന്നെ പ്രേമമേറും നൂനം ഇല്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും ഇല്ലെന്നറിയുക നീ. നല്ല വസ്തുക്കളെനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ഒട്ടുമേ ഭേദം അവനില്ലൊരിക്കലും. അശ്രാന്തം എന്നെയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാനവകാശം ആയതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ
ദയാപരൻ